കൃഷ്ണേന്ദു പുതിയ സർക്കാർ അധികാരമേറ്റതോടെ പല വിഭാഗങ്ങളിലുമുള്ള അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലകളിലും അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ നോഡൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ രാഹുൽ യുവാറിനെ തൈക്കാട് അമ്മയും കുഞ്ഞും വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്വാളിറ്റി നോഡൽ ഓഫീസറായ ഡോക്ടർ ലക്ഷ്മി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടിയിൽ തുടരണമെന്നാണ് നിർദ്ദേശം. അതുപോലെ ക്വാളിറ്റി നോഡൽ ഓഫീസറായി ഡോക്ടർ പ്രേംകുമാറിനെയൊക്കെ നിയമിച്ചു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതു ആരോഗ്യ മേഖല രംഗത്തുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അഴിച്ചുപണികൾ അനിവാര്യമാണോ അല്ലയോ, എന്താണ് കൃഷ്ണേന്ദുവിൻ്റെ അഭിപ്രായം? ആരോഗ്യ മേഖല വളരെ ശക്തിപ്പെടേണ്ട ഒരു സമയവും കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പൊതുവെ നമ്മുടെ ആരോഗ്യ മേഖലയെ പറ്റി വലിയ പ്രതീക്ഷയാണ് പുറത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ വേറൊന്നും വേണ്ട, നമ്മുടെ ആശുപത്രികളിലേക്കൊന്ന് കടന്നു ചെന്നാൽ മതി. പുറത്തുനിന്നുള്ള രോഗികൾ പോലും നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ ആശുപത്രികളിൽ നിന്ന് മാത്രമല്ല, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് പോലും വിദേശികൾ പോലും എത്തിച്ചേരുന്നൊരു സ്ഥിതിയുണ്ട്. വളരെ അടുത്താണ് സൗത്ത് ആഫ്രിക്കയിൽ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ മകൾ പോലും ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂത്താട്ടുകുളത്തൊരു ആശുപത്രിയിലേക്ക് വരുന്നൊരു സ്ഥിതി ഉണ്ടായത്. അത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും നല്ല ഒരു ആരോഗ്യ സംവിധാനത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്, വളർച്ചയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, കോവിഡ്, നിപ്പ പോലെയുള്ള സമയത്തൊക്കെ തന്നെയും നമ്മൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചതെന്ന്. അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നത് ശ്രീമതി കെ ശൈലജ ടീച്ചറാണ്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും കെ ശൈലജ ടീച്ചർ ഒരു മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ പറയുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായി. ആ സമയത്താണ് ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. വീണ ജോർജ് മന്ത്രി സ്ഥാനത്തേക്ക് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായി എത്തിയതിനു ശേഷം ആദ്യമൊക്കെ തന്നെയും നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു. അവസാനം എത്തിയപ്പോഴേക്കും കുറച്ച് പാളിച്ചകൾ ആരോഗ്യ മേഖലയിലാകെ നടക്കാനായി തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനമായും കത്രിക വയറ്റിൽ കുടുങ്ങി ശസ്ത്രക്രിയ ചെയ്യുന്നു. അത് കത്രിക വെച്ചുകൊണ്ട് തുന്നിക്കെട്ടുന്ന ഒരു വാർത്തകളൊക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. അങ്ങനെ ആരോഗ്യ മേഖലയിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെയായി സർക്കാർ ആശുപത്രികളൊക്കെ തന്നെയും പ്രശ്നങ്ങൾ നേരിടാനായിട്ട് ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന നിരവധി തവണ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനോട് എന്തായിരുന്നു ആ കാലത്തെ സർക്കാരിന്റെ മനോഭാവം? തിരിഞ്ഞു നോക്കിയിരുന്നോ, അതോ വിവിധ ചർച്ചകൾ വെച്ചിട്ടും വീണ്ടും വീണ്ടും സമരം ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, അത് എബിൻ വർക്കിക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക ഉൾപ്പെടെ ഹർഷീനയാണ് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു പ്രതിഷേധമാണ് അതിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആരോഗ്യ മേഖല കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തെ പെട്ടെന്ന് അടിമുടി ശരിയാക്കാൻ പ്രയാസമാണ്, ശരിയാണ്. നല്ല പണിപ്പെട്ട പണി തന്നെയാണ് ആരോഗ്യ മേഖലയെ വീണ്ടും ശക്തിപ്പെടുത്തുക എന്നുള്ളത്. റാങ്കിങ്ങിൽ ഉൾപ്പെടെ മികച്ച നിലവാരത്തിലേക്ക് ആരോഗ്യ മേഖലയെ എത്തിക്കുക എന്നുള്ളത് കെ മുരളീധരനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു പണി തന്നെയാണ്. പക്ഷേ ആള് അധികാരത്തിലേറ്റതിനു ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ തന്നെയും വലിയ ചർച്ചയ്ക്കാണ് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ആള് ആരോഗ്യമന്ത്രി ആകുന്നതിനൊക്കെ മുന്നേയും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇപ്പോൾ വീണ്ടും ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എരണം കെട്ടവർ ഭരിച്ചാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന്. പ്രളയവും നിപ്പയും കോവിഡും ഒക്കെ എരണം കെട്ടവർ ഭരിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് കോവിഡ് അത് 30 ഡിഗ്രി ചൂടിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് കോവിഡ് കേരളത്തിൽ എളുപ്പമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അത് വീണ്ടും ചർച്ചയായതാണ്. ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം അല്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു ആരോഗ്യമന്ത്രി എന്നല്ല, ആരുടെ വായിൽ നിന്നും വീഴരുതാത്തൊരു പ്രസ്താവനയായിരുന്നു. കാരണം ഒരു രോഗിയോട് അങ്ങനെ ഒരു ദാക്ഷിണ്യമില്ലാത്ത വൈദ്യുതി വന്നതിന് ശേഷം ശസ്ത്രക്രിയ അല്ലെങ്കിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കണം, ശരിയാക്കണം. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അദ്ദേഹം ഒരു ആരോഗ്യമന്ത്രിയാണ്. തൻ്റെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ മുൻഗണന നൽകുക, അതിനെ നല്ലൊരു നിലയിൽ എത്തിക്കുകയുണ്ട്. അതുപോലെ ഉത്തരവാദിത്തം നിൽക്കേണ്ട ഒരു ഇതാണ്. കെ മുരളീധരൻ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ
നിയമിക്കുന്നതിലുൾപ്പെടെ പെട്ടെന്നൊരു ആളെ എടുത്തു മാറ്റുന്നു, പുതിയ ആളെ കൊണ്ടുവരുന്നു, അതിലൊക്കെ ഉൾപ്പെടെ അവ്യക്തത വന്നിരുന്നതും വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നത്, ആരോഗ്യ മേഖലയിൽ വൻ അഴിച്ചുപണി എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റം വളരെ പുറകോട്ട് പോയി, ആരോഗ്യ മേഖല വളരെ പുറകോട്ട് പോയിട്ടുള്ള സമയത്താണ് ഈ അഴിച്ചുപണി നടക്കുന്നത്. ഞാനൊക്കെ അതിനെ വളരെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ പിഴവുകളൊക്കെ തന്നെയും മാറുമോ, ആരോഗ്യ മേഖല തിരിച്ച് വരുമോ, കുതിച്ചുയരുമോ എന്നൊക്കെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും കൃഷ്ണേന്ദു, ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിച്ചുപണിയും കൂടാതെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു വലിയൊരു മുന്നേറ്റം കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഈ ഉദ്യോഗസ്ഥർ മാറിയാൽ മാത്രം പോരാ, അവിടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഓരോ പേഷ്യൻറ്റും പോകുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാനോ നിൽക്കാനോ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ നമ്മൾ വിവിധ ആൾക്കാർ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ അവരുടെ അനുഭവങ്ങൾ ഇടുന്ന് കാണാം. അതായത് ബൈസ്റ്റാൻഡർക്ക് നിൽക്കാൻ സ്ഥലമില്ല, അവർക്ക് കിടക്കയുടെ താഴെ കിടക്കണമെങ്കിൽ അവിടെ എലിശല്യം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലും ഒരു വലിയൊരു മുന്നേറ്റം നമുക്ക് വേണമല്ലേ? അതെ, കട്ടിൽ സംവിധാനമില്ല, പല ബൈസ്റ്റാൻഡേഴ്സും രോഗികളും ഉൾപ്പെടെ നിലത്ത് കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യം പോകുന്ന സമയത്ത് OP ടിക്കറ്റ് എടുക്കാൻ നീണ്ട ക്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചും കൂടെ ആളുകളെയൊക്കെ വിന്യസിച്ചുകൊണ്ട് OP സമയം കൂട്ടണമെന്നും ഇതിനിടെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ രാവിലെ എനിക്ക് തോന്നുന്നു രാവിലെ 8 മണി തൊട്ട് ഉച്ചക്ക് 12 മണി വരെയൊക്കെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ OP, ചിലത് 1 മണി വരെ. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയങ്ങളിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ജോലിക്ക് പോയി തിരിച്ചു വരുന്നവർക്ക് OP സമയം അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് OP സമയം, OP എടുക്കാൻ കുറേ തിരക്ക് കൂട്ടുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടെ സമയം കൊടുക്കുക എന്നുള്ളത്, അതിനൊക്കെ ഉപരി ആളുകളെ കുറച്ചും കൂടെ വിന്യസിച്ചുകൊണ്ട് തിരക്കില്ലാതെ പെട്ടെന്ന് ഡോക്ടർമാരെ കാണാൻ പറ്റുന്നൊരവസ്ഥ. പക്ഷേ അതിലേറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് സമയമെടുത്ത് രോഗിയെ കേട്ട് പരിശോധിക്കുന്ന ഡോക്ടർമാരൊക്കെ തന്നെയാണ് ഞാൻ കണ്ട സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അവർ കാര്യമായ രീതിയിൽ നമ്മളെടുത്ത് എന്താണ് അസുഖം എല്ലാം വിശദീകരിച്ച് ചോദിച്ചുകൊണ്ടാണ് മരുന്നെഴുതുക, തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ചില ഡോക്ടർമാരെങ്കിലും, സർക്കാർ ആശുപത്രിയിലുള്ള ഡോക്ടർമാരെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കാര്യമായി പൈസ കിട്ടുന്നുണ്ട്, അവർക്ക് ജോലി ചെയ്താലും പൈസ കിട്ടുന്നു എന്നുള്ള മനോഭാവത്തിലേക്ക് ചില ഡോക്ടർമാരെങ്കിലും എത്തിച്ചേരുന്നു. അപ്പോൾ കാര്യമാത്ര രീതിയിൽ ഈ രോഗികളെ പരിശോധിക്കുക ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഡോക്ടർമാരെ സംബന്ധിച്ചും ഈ ആരോഗ്യ മേഖലയിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ആരോഗ്യ മേഖലയിൽ ഇനി വരേണ്ടതുണ്ട്. ആ സംവിധാനത്തിലേക്ക് പിഴവുകളൊക്കെ മാറിക്കൊണ്ട് ആ സംവിധാനത്തിലേക്ക് എത്തും എന്നാണ് പുതിയ അഴിച്ചുപണിയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത്.